വിദ്യാസാഗറിന്റെ മറ്റൊരു ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് പഠിക്കാനായിട്ട് പോകുന്നത് പ്ലസ് വണ്ണിലെ സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള ഇന്ത്യ സ്ട്രക്ചർ ആൻഡ് ഫിസിയോഗ്രഫി എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ തേർഡ് പാർട്ടാണ്. നമ്മൾ ഫസ്റ്റ് രണ്ട് പാർട്ടിൽ നമ്മൾ പറഞ്ഞതെന്ന് പറയുന്നത് ഫിസിയോഗ്രഫിക്കൽ എത്രത്തോളം കാറ്റഗറൈസേഷൻസ് ഇന്ത്യയിലുണ്ട്, അതുപോലെ തന്നെ നോർത്തേൺ പ്ലെയിൻ, അതുപോലെ നോർത്തേൺ മൗണ്ടെയിൻ, അതുപോലെ പെനിൻസുലാർ പ്ലേറ്റോ, ഇവയെ പറ്റിയാണ് നമ്മൾ ആദ്യത്തെ രണ്ട് പാർട്ടിൽ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ അല്ലെങ്കിൽ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയാനായിട്ട് പോകുന്നത് അതിന് ശേഷമുള്ള പോർഷൻസ് ആണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് പോർഷൻ നോക്കാം. ഇന്ത്യൻ ഡെസേർട്ട്. ഇന്ത്യൻ ഡെസേർട്ട് എന്ന് പറയുന്നത് ആരവല്ലി ഹിൽസിന് നോർത്ത് വെസ്റ്റ് ആയിട്ടാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യൻ ഡെസേർട്ട് എന്ന് പറയുന്നത് എങ്ങനെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്? ആരവല്ലി ഹിൽസിന് നോർത്ത് വെസ്റ്റ് ആയിട്ടാണ് ഇന്ത്യൻ ഡെസേർട്ട് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഇന്ത്യൻ ഡെസേർട്ടിൽ കാണാൻ സാധിക്കുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫിസിയോഗ്രാഫിക് ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ലോഞ്ചിറ്റ്യൂഡിനൽ ഡ്യൂൺസ്, ബർച്ചൻസ്, മഷ്റൂം റോക്ക്, ഷിഫ്റ്റിംഗ് ഡ്യൂൺസ്, ഒയാസിസ് തുടങ്ങിയവയാണ്. അപ്പോൾ ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട ഫിസിയോഗ്രാഫിക് ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്? ലോഞ്ചിറ്റ്യൂഡിനൽ ഡ്യൂൺസ് ഉണ്ട്, ബർക്കൻസ് ഉണ്ട്, അതുപോലെ മഷ്റൂം റോക്ക് ഉണ്ട്, ഷിഫ്റ്റിംഗ് ഡ്യൂൺസ് ഉണ്ട്, അതുപോലെ തന്നെ ഒയാസിസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്ത്യൻ ഡെസേർട്ടിൽ കാണപ്പെടുന്ന പ്രധാനപ്പെട്ട ഫിസിയോഗ്രാഫിക് ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഡെസേർട്ടാണ്, അതുകൊണ്ട് തന്നെ ഇവിടുത്തെ റെയിൻഫോൾ എന്തായിരിക്കും? വളരെ ലോ ലെവൽ ഓഫ് റെയിൻഫോൾ ആയിരിക്കും ഇന്ത്യൻ ഡെസേർട്ടിൽ ഉള്ളത്. ഇതെന്ന് പറയുന്നത് 150 മില്ലിമീറ്റർ പെർ ഇയർ, അതിന് താഴെയാണ് ഇവിടുത്തെ മഴ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വാർഷിക വർഷപാതം എന്ന് പറയുന്നത്. ഇന്ത്യൻ ഡെസേർട്ടിലെ വാർഷിക വർഷപാതം എന്ന് പറയുന്നത് എത്രയാണ്? ബിലോ 150 മില്ലിമീറ്റർ പെർ ഇയർ ആണ്. അപ്പോൾ ഒന്നുകൂടെ പറയാം, ഇന്ത്യൻ ഡെസേർട്ടിന്റെ ലൊക്കേഷൻ എങ്ങനെയാണ്? ആരവല്ലി ഹിൽസിന് നോർത്ത് വെസ്റ്റ് ആയിട്ടാണ് ഇന്ത്യൻ ഡെസേർട്ട് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഇന്ത്യൻ ഡെസേർട്ടിലെ പ്രധാനപ്പെട്ട ഫിസിയോഗ്രാഫിക് ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ലോഞ്ചിറ്റ്യൂഡിനൽ ഡ്യൂൺസ് ഉണ്ട്, ബർക്കൻസ് ഉണ്ട്, മഷ്റൂം റോക്ക് ഉണ്ട്, ഷിഫ്റ്റിംഗ് ഡ്യൂൺസ് ഉണ്ട്, അതുപോലെ തന്നെ ഒയാസിസ് ഉണ്ട്. അതുപോലെ ഇവിടുത്തെ റെയിൻഫോൾ എന്ന് പറയുന്നത് ബിലോ 150 മില്ലിമീറ്റർ പെർ ഇയർ ആണ്. അപ്പോൾ നമ്മുടെ ഇന്ത്യൻ ഡെസേർട്ടിലെ ക്ലൈമറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ വളരെ ആരിഡ് ആയിട്ടുള്ള ക്ലൈമറ്റ് ആണ് ഇന്ത്യൻ ഡെസേർട്ടിൽ അനുഭവപ്പെടുന്നത്. അപ്പോൾ ഇന്ത്യൻ ഡെസേർട്ടിൽ അനുഭവപ്പെടുന്ന ക്ലൈമറ്റ് എങ്ങനെയാണ്? വളരെ ആരിഡ് ആയിട്ടുള്ള ക്ലൈമറ്റ് ആണ് ഇന്ത്യൻ ഡെസേർട്ടിൽ അനുഭവപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ വെജിറ്റേഷൻ കവറും വളരെ ലോ ആണ്. ഇപ്പോൾ ലോ ലെവൽ ഓഫ് റെയിൻഫോൾ, അതുപോലെ തന്നെ ആരിഡ് ക്ലൈമറ്റ്, അതുപോലെ ലോ വെജിറ്റേഷൻ കവർ, ഇതൊക്കെ എന്തിൻ്റെ പെക്യൂലിയാരിറ്റീസ് ആണ്? ഇന്ത്യൻ ഡെസേർട്ടിൻ്റെ പെക്യൂലിയാരിറ്റീസ് ആണ്. ഓൺ ദ ബേസിസ് ഓഫ് ഓറിയന്റേഷൻ ഡെസേർട്ട് ക്യാൻ ബി ഡിവൈഡഡ് ഇൻ ടു 2 പാർട്സ്. അപ്പോൾ ഓറിയന്റേഷൻ്റെ ബേസിൽ ഇന്ത്യൻ ഡെസേർട്ടിനെ പ്രധാനമായിട്ട് രണ്ടായിട്ട് നമ്മൾ തരംതിരിക്കുന്നുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. അതിൻ്റെ നോർത്തേൺ പാർട്ടും അതുപോലെ തന്നെ സദേൺ പാർട്ടുമായിട്ടാണ് നമ്മൾ കാറ്റഗറൈസ് ചെയ്യുന്നത്. അപ്പോൾ ഓറിയന്റേഷൻ്റെ ബേസിൽ ഇന്ത്യൻ ഡെസേർട്ടിനെ നമ്മൾ എത്രയായി കാറ്റഗറൈസ് ചെയ്യുന്നുണ്ട്? നമ്മൾ രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്യുന്നുണ്ട്. ഒന്ന് ഏതാണ്? ഒന്ന് നോർത്തേൺ പാർട്ട്, മറ്റൊന്ന് സദേൺ പാർട്ട്. നോർത്തേൺ പാർട്ട് ദാറ്റ് എക്സ്റ്റെൻഡ് ടുവാർഡ്സ് സിന്ധ്. അപ്പോൾ സിന്ധ് പ്രവിശ്യ വരെ, അത് പാകിസ്ഥാനിലാണ് ഇപ്പോൾ സിന്ധ് എന്ന് പറയുന്ന ഒരു പ്രവിശ്യ. അപ്പോൾ സിന്ധ് വരെ എക്സ്റ്റൻഷൻ ഉള്ളതാണ് നോർത്തേൺ പാർട്ട് എന്ന് പറയുന്നത്. സദേൺ പാർട്ട് എന്ന് പറയുന്നത് കച്ച്, ഗുജറാത്തിലെ കച്ച് ഏരിയ ഉണ്ട്. അപ്പോൾ കച്ച് ഏരിയ വരെയാണ് അതിൻ്റെ എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത്. അപ്പോൾ സദേൺ പാർട്ട് എന്ന് പറയുന്നത് ഇറ്റ്സ് എക്സ്റ്റെൻഡ് ടുവാർഡ്സ് കച്ച്, നോർത്തേൺ പാർട്ട് എന്ന് പറയുന്നത് എക്സ്റ്റെൻഡ് ടുവാർഡ്സ് സിന്ധ്. അതുപോലെ തന്നെ ഈ പ്രദേശത്ത് കാണപ്പെടുന്ന ഒരു പെരിനിയൽ റിവർ എന്ന് പറയുന്നത് ലൂണിയാണ്. അപ്പോൾ ലൂണി എന്ന് പറയുന്ന റിവറാണ് എവിടുത്തെ പെരിനിയൽ റിവർ എന്ന് പറയുന്നത്? ഇന്ത്യൻ ഡെസേർട്ടിലുള്ള പെരിനിയൽ റിവർ എന്ന് പറയുന്നത്. ഇത് അണ്ടർഗ്രൗണ്ടിലൂടെയാണ് ഒഴുകുന്ന ഒരു റിവർ കൂടിയാണ്. അതായത് സർഫസിൽ ഇത് കാണാൻ സാധിക്കില്ല, ഇതിൻ്റെ കുറച്ച് ഭാഗം ഇത് ഡിസപ്പിയേർഡ് ആയിട്ടുള്ള ഒരു റിവറാണ്, ബട്ട് അണ്ടർഗ്രൗണ്ടിലൂടെയാണ് ഇത് ഒഴുകുന്നത്. ലൂണി എന്ന് പറയുന്ന റിവറിൻ്റെ ഒരു ക്യാരക്ടറാണത്. അപ്പോൾ ഇന്ത്യൻ ഡെസേർട്ട് നമുക്ക് ഒന്നുകൂടെ പറയാം. അപ്പോൾ ഇന്ത്യൻ ഡെസേർട്ടിൻ്റെ ലൊക്കേഷൻ എന്ന് പറയുമ്പോൾ ആരവല്ലി ഹിൽസിന് നോർത്ത് വെസ്റ്റ് ആയിട്ടാണ് ഇത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഇവിടെയുള്ള പ്രധാനപ്പെട്ട ഫിസിയോഗ്രാഫിക് ഫീച്ചേഴ്സ് നമ്മൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ നമുക്ക് എന്തൊക്കെ കാണാനായിട്ട് സാധിക്കും? ലോഞ്ചിറ്റ്യൂഡിനൽ ഡ്യൂൺസ് ഉണ്ട്, ബർക്കൻസ് ഉണ്ട്, മഷ്റൂം റോക്ക് ഉണ്ട്, ഷിഫ്റ്റിംഗ് ഡ്യൂൺസ് ഉണ്ട്, അതുപോലെ തന്നെ ഒയാസിസ് ഉണ്ട്. അതുപോലെ ഇവിടുത്തെ റെയിൻഫോൾ വളരെ കുറവാണ്. എത്രയാണെന്ന് നമ്മൾ ചെക്ക് ചെയ്തപ്പോൾ ബിലോ 150 മില്ലിമീറ്റർ പെർ ഇയർ ആണ് ഇവിടുത്തെ റെയിൻഫോൾ എന്ന് പറയുന്നത്, ഈ ഇന്ത്യൻ ഡെസേർട്ടിലെ റെയിൻഫോൾ എന്ന് പറയുന്നത്. അതുപോലെ ഇവിടുത്തെ ക്ലൈമറ്റ് വളരെ ആരിഡ് ക്ലൈമറ്റ് ആണ്. റെയിൻഫോൾ കുറവായതുകൊണ്ട് തന്നെ ഇവിടുത്തെ വെജിറ്റേഷൻ കവറും എങ്ങനെയാണ്? വളരെ ലോ ലെവൽ ഓഫ് വെജിറ്റേഷൻ കവറാണ്. ഈ ഏരിയയെ അതുകൊണ്ട് തന്നെ മരുസ്ഥലി എന്ന് പറയാറുണ്ട്. അപ്പോൾ ഇതിനെ എന്തെന്ന് പറയാനുണ്ട്? ഇന്ത്യൻ ഡെസേർട്ട് ഈസ് ഓൾസോ നോൺ ആസ് മരുസ്ഥലി. അപ്പോൾ മരുസ്ഥലി എന്ന് പറയുന്നത് ഇന്ത്യൻ ഡെസേർട്ടിൻ്റെ മറ്റൊരു പേരാണ്. അപ്പോൾ ഓറിയന്റേഷൻ്റെ ബേസിൽ ഇന്ത്യൻ ഡെസേർട്ടിനെ പ്രധാനമായി രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്യാൻ നമ്മൾ പറഞ്ഞു. അത് ഏതൊക്കെയാണ്? നോർത്തേൺ പാർട്ട് എന്ന് പറയുന്നത് എക്സ്റ്റെൻഡ് ടുവാർഡ്സ് സിന്ധ്, സദേൺ പാർട്ട് ദാറ്റ് എക്സ്റ്റെൻഡ് ടുവാർഡ്സ് കച്ച്. അതുപോലെ തന്നെ ഈ ഇന്ത്യൻ ഡെസേർട്ട് ഏരിയയിൽ കാണപ്പെടുന്ന പ്രധാനപ്പെട്ട പെരിനിയൽ റിവർ ഏതാണ്? ലൂണിയാണ് പ്രധാനപ്പെട്ട പെരിനിയൽ റിവർ എന്ന് പറയുന്നത്.
ഇനി നമുക്ക് അടുത്തതായിട്ട് പറയാനുള്ള ഫിസിയോഗ്രാഫിക് ഫോമാണ് കോസ്റ്റൽ പ്ലെയിൻസ്, അതായത് തീരപ്രദേശം. ഓൺ ദി ബേസിസ് ഓഫ് ദി ലൊക്കേഷൻ ഇറ്റ് ക്യാൻ ബി ബ്രോഡ്ലി ഡിവൈഡഡ് ഇൻ ടു ടു. ഫസ്റ്റ് വൺ വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ, സെക്കൻഡ് വൺ ഈസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ. അപ്പോൾ കോസ്റ്റൽ പ്ലെയിൻസിനെ പറ്റിയാണ് നമുക്ക് ഇനി പറയാനുള്ളത്. അപ്പോൾ കോസ്റ്റൽ പ്ലെയിനെ അതിൻ്റെ ലൊക്കേഷൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ രണ്ടായിട്ട് തിരിക്കുന്നത്. ഒന്ന് ഏത് പ്രദേശമാണ്, ഒന്ന് വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിനും മറ്റൊന്ന് ഈസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിനും. അതായത് പടിഞ്ഞാറ് ഭാഗത്തുള്ള തീരപ്രദേശവും കിഴക്ക് ഭാഗത്തുള്ള തീരപ്രദേശവുമായിട്ട് നമ്മൾ രണ്ടായിട്ട് തരംതിരിക്കാം. ഏതിനെയാണ്? കോസ്റ്റൽ പ്ലെയിൻസിനെ. അതിൽ നമ്മൾ ആദ്യം പറയാൻ പോകുന്നത് വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ ആണ്. വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ എന്ന് പറയുന്നത് ഇറ്റ്സ് എ സബ്മർജ് കോസ്റ്റൽ പ്ലെയിൻ. അപ്പോൾ വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ എന്ന് പറയുന്നത് എന്താണ്? വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ എന്ന് പറയുന്നത് ഒരു സബ്മേർജ്ഡ് ആയിട്ടുള്ള ഒരു കോസ്റ്റൽ പ്ലെയിൻ ആണ്. അതുപോലെ തന്നെ വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ എന്ന് പറയുന്നത് പോർട്സിനും ഹാർബേഴ്സിനും വളരെയധികം സ്യൂട്ടബിൾ ആയിട്ടുള്ള ലൊക്കേഷൻ ആണ് എന്ന് പറയുന്നത് വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് നമ്മൾ പറഞ്ഞത്? വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ എന്ന് പറയുന്നത് ഒരു സബ്മർജ്ഡ് ആയിട്ടുള്ള കോസ്റ്റൽ പ്ലെയിൻ ആണ്. അതോടൊപ്പം തന്നെ പോർട്സും അതുപോലെ തന്നെ ഹാർബേഴ്സിനും, അതായത് തുറമുഖത്തിനും അതുപോലെ തന്നെ ഹാർബറിനും വളരെയധികം സ്യൂട്ടബിൾ ആയിട്ടുള്ള ഏരിയയാണ് ഏതെന്ന് പറയുന്നത് നമ്മൾ ഈ ഡിസ്കസ് ചെയ്യുന്ന വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പ്രധാനമായിട്ടുള്ള നാച്ചുറൽ പോർട്സ് ആയിട്ടുള്ള കാണ്ട്ല പോർട്ട്, മുംബൈ പോർട്ട്, മർമഗോവ പോർട്ട്, മാംഗ്ലൂർ പോർട്ട്, കൊച്ചിൻ പോർട്ട്, ഈ പോർട്ടുകളെല്ലാം എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്? നമ്മുടെ ഈ വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിനിലാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്താണ് പറഞ്ഞത്? വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ ഒരു സബ്മേർജ് കോസ്റ്റൽ പ്ലെയിൻ ആണ്. പോർട്സിനും ഹാർബേഴ്സിനും വളരെ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ലൊക്കേഷനാണ് ഈ വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ എന്ന് പറഞ്ഞു. ഈ വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിനിൽ കാണപ്പെടുന്ന പ്രധാനപ്പെട്ട നാച്ചുറൽ പോർട്സ് ആണ് എന്ന് പറയുന്നത് കാണ്ട്ല പോർട്ട്. ഇന്ത്യയിലെ ഫസ്റ്റ് പോർട്ടാണ് കാണ്ട്ല പോർട്ട്. കാണ്ട്ല പോർട്ട്, അതുപോലെ മുംബൈ പോർട്ട്, മർമഗോവ പോർട്ട്, മാംഗ്ലൂർ പോർട്ട്, അതുപോലെ തന്നെ കൊച്ചിൻ പോർട്ട്, ഇതെല്ലാം ഈ വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിനിലാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഈ വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിനെ നമുക്ക് പ്രധാനമായിട്ട് നാലായിട്ട് ഡിവൈഡ് ചെയ്യാം. അതതിൻ്റെ ലൊക്കേഷൻ്റെ ബേസിലാണ് ഇങ്ങനെ നാലായിട്ട് ഡിവൈഡ് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് കച്ച് കത്തിയവാർ കോസ്റ്റ് ആണ്. അപ്പോൾ വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിനെ നമുക്ക് പ്രധാനമായിട്ട് 4 കാറ്റഗറീസ് ആക്കി മാറ്റാം. അതിൻ്റെ ലൊക്കേഷൻ്റെ ബേസിലാണിത്. അതിൽ ഫസ്റ്റ് വൺ എന്താണ്? കച്ച് കത്തിയവാർ കോസ്റ്റ്. കച്ച് കത്തിയവാർ കോസ്റ്റ് എന്ന് പറയുന്നത് ഗുജറാത്ത് ഏരിയയിലാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഗുജറാത്ത് ഏരിയയിലുള്ള വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ്റെ പോർഷനെ നമ്മൾ എന്തായിട്ട് വിളിക്കുന്നു? കച്ച് കത്തിയവാർ കോസ്റ്റ് എന്ന് വിളിക്കുന്നു. ഇനി ഗുജറാത്ത് കഴിഞ്ഞ് താഴേക്ക് വരുമ്പോഴോ അവിടെയുണ്ട് ആര്? മഹാരാഷ്ട്ര. അപ്പോൾ മഹാരാഷ്ട്രയുടെ പോർഷനിൽ വരുന്ന കോസ്റ്റൽ പ്ലെയിനെ നമ്മൾ പറയുന്നത് കൊങ്കൺ കോസ്റ്റ് എന്നാണ്. അപ്പോൾ മഹാരാഷ്ട്രയുടെ ഏരിയയിൽ വരുന്ന ആ ഒരു കോസ്റ്റൽ ഏരിയ നമ്മൾ പറയുന്ന പേരെന്താണ്? കൊങ്കൺ കോസ്റ്റ്. അത് കഴിഞ്ഞ് നമ്മൾ കുറച്ചുകൂടെ താഴെ വരുമ്പോൾ അവിടെ കർണാടകയുണ്ട്. അപ്പോൾ കർണാടകയുടെ കോസ്റ്റൽ ഏരിയയിൽ വരുന്ന വെസ്റ്റേൺ കോസ്റ്റിൻ്റെ പോർഷനാണ് ഗോവ ഓർ കാനഡ കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഏതാണ്? ഗോവൻ ഓർ കാനഡ കോസ്റ്റ് എന്ന് പറയുന്നത് ഏത് റീജിയനാണ്? കർണാടകയും അതുപോലെ തന്നെ ഗോവയും ഉൾപ്പെടുന്ന ആ ഒരു റീജിയൻ. അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ് ഗോവൻ ഓർ കാനഡ കോസ്റ്റ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് കർണാടകയുടെ താഴേക്ക് എത്തുമ്പോൾ അവിടെ ആരുണ്ട്? കേരളമുണ്ട്. അപ്പോൾ കേരളവുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വരുന്ന വെസ്റ്റേൺ കോസ്റ്റിൻ്റെ പോർഷനാണ് മലബാർ കോസ്റ്റ്. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ പറയാം. നമ്മൾ വെസ്റ്റേൺ കോസ്റ്റിന് പ്രധാനമായിട്ട് 4 കാറ്റഗറീസ് ഉണ്ടെന്ന് പറഞ്ഞു. അത് ഏതൊക്കെ കാറ്റഗറീസ് ആണെന്ന് നമ്മൾ ചെക്ക് ചെയ്തപ്പോഴത്തേക്കും അതിനെ ലൊക്കേഷൻ്റെ ബേസിലാണ് അങ്ങനെ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു. അതിൽ ഫസ്റ്റ് നമ്മൾ പറഞ്ഞു കച്ച് കത്തിയവാർ കോസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു. ഈ കച്ച് കത്തിയവാർ കോസ്റ്റ് എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്? ഗുജറാത്തിൻ്റെ കോസ്റ്റൽ ഏരിയയാണ് ഈ കച്ച് കത്തിയവാർ കോസ്റ്റ് എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് കൊങ്കൺ കോസ്റ്റ് പറഞ്ഞു. അത് എവിടെയാണ്? അത് മഹാരാഷ്ട്രയുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വരുന്ന വെസ്റ്റേൺ കോസ്റ്റിൻ്റെ പോർഷനാണ് കൊങ്കൺ കോസ്റ്റ് എന്ന് പറഞ്ഞു. അതിനുശേഷം നമ്മൾ പറഞ്ഞ ഏതാണ്? ഗോവൻ ഓർ കാനഡ കോസ്റ്റ് എന്ന് പറഞ്ഞു. ഗോവൻ ഓർ കാനഡ കോസ്റ്റ് എന്ന് പറയുന്നത് കർണാടകയും ആയിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതും അതുപോലെ തന്നെ ഗോവയുടെ പോർഷൻസും ഉൾപ്പെടുന്നതാണ്. ഏത്? ആ വെസ്റ്റേൺ കോസ്റ്റിൻ്റെ പോർഷനാണ് ഏതെന്ന് പറയുന്നത് ഗോവൻ ഓർ കാനഡ കോസ്റ്റ് എന്ന് പറയുന്നത്. അതിനുശേഷം നമ്മൾ മലബാർ കോസ്റ്റ് പറഞ്ഞു. മലബാർ കോസ്റ്റ് എന്ന് പറയുന്നത് കേരളവുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വരുന്ന വെസ്റ്റേൺ കോസ്റ്റിൻ്റെ പോർഷനാണ്. അപ്പോൾ വെസ്റ്റേൺ കോസ്റ്റ് എന്ന് പറയുന്നത് വളരെ നാരോയാണ്. അതുപോലെ തന്നെ നോർത്തിലേക്ക് പോകുന്തോറും വളരെ ബ്രോഡ് ആവുകയും ചെയ്യും. അപ്പോൾ മിഡിൽ ഭാഗത്ത് വളരെ നാരോയും അതുപോലെ നോർത്തിലേക്ക് പോകുമ്പോൾ വളരെ ബ്രോഡുമായിട്ടുള്ള ഒരു കോസ്റ്റൽ ഏരിയയാണ് ഏതെന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ എന്ന് പറയുന്നത്. ഈ വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ്റെ ഭാഗമായിട്ടുള്ള മലബാർ കോസ്റ്റ്, അതായത് നമ്മുടെ കേരളവും ഉൾപ്പെടുന്ന ഏരിയ ആയിട്ടുള്ള ആ തീരപ്രദേശമായിട്ടുള്ള മലബാർ കോസ്റ്റിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ക്യാരക്ടറാണ് ബാക്ക് വാട്ടേഴ്സ് അഥവാ കായൽ എന്ന് പറയുന്നത്. ഇപ്പോൾ കായൽ അഥവാ ബാക്ക് വാട്ടേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് ഏത് കോസ്റ്റിൽ മാത്രമേ കാണുവാൻ സാധിക്കുകയുള്ളൂ? മലബാർ കോസ്റ്റിൽ മാത്രമേ കാണുവാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ മലബാർ കോസ്റ്റിൻ്റെ ഒരു ചീഫ് ക്യാരക്ടറിസ്റ്റിക് ആയിട്ട് നമുക്ക് എന്തിനെ പറയാനായിട്ട് സാധിക്കും? നമുക്ക് ബാക്ക് വാട്ടേഴ്സ് അഥവാ കായലുകളെ പറയുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ കായലിലാണ്
പുന്നമട കായൽ എന്ന് പറയുന്ന കായലിലാണ് എന്ത് നടക്കുന്നത്? നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത്. അപ്പോൾ നെഹ്റു ട്രോഫി വള്ളംകളി അഥവാ നെഹ്റു ട്രോഫി ബോട്ട് റേസ് ആനുവലി കണ്ടക്ട് ചെയ്യുന്നത് ഏത് കായലിൽ വെച്ചാണ്? അത് പുന്നമട കായലിൽ വെച്ചാണ് കണ്ടക്ട് ചെയ്യുന്നത്. ഇതാണ് നമുക്ക് പറയാനുള്ള വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിനെ കുറിച്ചുള്ള ആ ഒരു എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത്. നമ്മൾ ആദ്യം പറഞ്ഞു കോസ്റ്റൽ പ്ലെയിനെ നമ്മൾ രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്യുന്നു. അത് ലൊക്കേഷൻ്റെ ബേസിലാണെന്ന് പറഞ്ഞു. ഒന്ന് വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ, മറ്റൊന്ന് ഈസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ. അതിൽ നമ്മൾ ആദ്യം പറഞ്ഞു വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ അതൊരു സബ്മേർജ്ഡ് ആയിട്ടുള്ള കോസ്റ്റൽ പ്ലെയിൻ ആണെന്ന് പറഞ്ഞു. അതുപോലെ പോർട്സിനും ഹാർബേഴ്സിനും വളരെ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഏരിയയാണ് വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഇവിടെ പ്രധാനപ്പെട്ട നാച്ചുറൽ പോർട്സ് ഒക്കെ നമുക്ക് കാണുവാൻ സാധിക്കും. അതിന് എക്സാമ്പിളായിട്ട് നമ്മൾ ഏതൊക്കെ പറഞ്ഞു? കാണ്ട്ല പോർട്ട് പറഞ്ഞു, മുംബൈ പോർട്ട് പറഞ്ഞു, മർമഗോവ പോർട്ട് പറഞ്ഞു, മാംഗ്ലൂർ പോർട്ട് പറഞ്ഞു, കൊച്ചിൻ പോർട്ട് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമ്മൾ വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിന് നമ്മുടെ ലൊക്കേഷൻ്റെ ബേസിൽ തന്നെ പിന്നെ 4 ആയിട്ട് നമ്മൾ സബ് ഡിവൈഡ് ചെയ്യുമെന്ന് പറഞ്ഞു. അത് ഏതൊക്കെയാണെന്ന് നോക്കി. അത് ഏതൊക്കെയായിരുന്നു? ഗുജറാത്തുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വരുന്ന കച്ച് കത്തിവാർ കോസ്റ്റ്, മഹാരാഷ്ട്രയുമായിട്ട് ചേർന്ന് വരുന്ന കൊങ്കൺ കോസ്റ്റ്, അതുപോലെ കർണാടകയുടെ പാർട്സും ഗോവയുമായിട്ട് കണക്ഷനുള്ള ഗോവൻ ഓർ കാനറ കോസ്റ്റ്, അതുപോലെ കേരളവുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വരുന്ന മലബാർ കോസ്റ്റ് എന്നിങ്ങനെയാണ് നമ്മൾ ആ വെസ്റ്റേൺ കോസ്റ്റിനെ നമ്മൾ കാറ്റഗറൈസ് ചെയ്തത്. അതിനുശേഷം നമ്മൾ പറഞ്ഞത് നോർത്തിലേക്ക് പോകുമ്പോൾ ബ്രോഡും അതുപോലെ തന്നെ മിഡിൽ ഭാഗത്തേക്ക് വരുമ്പോൾ വളരെ നാരോയുമായിട്ടുള്ള കോസ്റ്റാണ്. ഏത് കോസ്റ്റ് എന്ന് പറഞ്ഞു? നമ്മുടെ ഈ വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ എന്ന് പറഞ്ഞു. അതിനുശേഷം നമ്മുടെ സബ് ഡിവിഷനായിട്ട് പറഞ്ഞതിൽ 4th ആയിട്ട് പറഞ്ഞ നമ്മുടെ മലബാർ കോസ്റ്റിനൊരു ക്യാരക്ടർ ഉണ്ടെന്ന് പറഞ്ഞു. അതെന്തായിരുന്നു? അത് ബാക്ക് വാട്ടേഴ്സ് അഥവാ കായലുകളാണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ബാക്ക് വാട്ടേഴ്സിലാണ് എന്ത് നടക്കുന്നത്? നെഹ്റു ട്രോഫി ബോട്ട് റേസ് ഓർ നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത്. ഇത് ആനുവലി കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അത് ഏത് കായലിൽ വെച്ചാണ്? അത് പുന്നമട കായലിൽ വെച്ചാണ് നടക്കുന്നത്. ഇനി നമുക്ക് പറയാനുള്ളത് വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ്റെ സെക്കൻഡ് ഡിവിഷനായിട്ടുള്ള ഈസ്റ്റേൺ കോസ്റ്റ് ആണ്. ഈസ്റ്റേൺ കോസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഈസ്റ്റ് പോർഷൻസിൽ വരുന്ന കോസ്റ്റൽ ഏരിയാസ് ആണ് ഈസ്റ്റേൺ കോസ്റ്റ് എന്ന് പറയുന്നത്. ഇത് എമേർജ്ഡ് ആയിട്ടുള്ള കോസ്റ്റ് ആണ്. അതെന്ന് പറയാനുള്ള കാര്യം എന്ന് പറയുന്നത് നമ്മുടെ വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ അതുപോലെ പോർട്സിനും ഹാർബേഴ്സിനും എല്ലാം വളരെ സ്യൂട്ടബിൾ ആയിട്ടുള്ള നാച്ചുറൽ പോർട്സ് ഒക്കെ ഉള്ള ഏരിയ ആണെങ്കിൽ ഈസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ അങ്ങനെയുള്ള ഒരു ഏരിയ അല്ല. അത് ബിസിനസ് ആക്ടിവിറ്റീസ് കൂടി വന്നതോടുകൂടി എമേർജ്ഡ് ആയിട്ടുള്ള ഒരു കോസ്റ്റൽ ഏരിയയാണ് എന്ന് പറയുന്നത് നമ്മുടെ ഈസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ എന്ന് പറയുന്നത്. ഇത് നമ്മുടെ വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിനേക്കാൾ വളരെ ബ്രോഡായിട്ടുള്ള ഒരു ഏരിയയാണ് ഈസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിനിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ക്യാരക്ടറാണ് ഡെൽറ്റാസ് എന്ന് പറയുന്നത്. നമ്മൾ വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിനിൽ മലബാർ കോസ്റ്റിൽ ബാക്ക് വാട്ടേഴ്സ് അഥവാ കായലുണ്ടെന്ന് പറഞ്ഞതുപോലെ ഈസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിനിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ് ഡെൽറ്റാസ്. ഇപ്പോൾ ഡെൽറ്റ എന്ന് പറയുമ്പോൾ അതിന് എക്സാമ്പിളായിട്ട് നമുക്ക് പറയാം മഹാനദിയിലുള്ള ഡെൽറ്റ ഓഫ് മഹാനദി, അതുപോലെ തന്നെ ഡെൽറ്റ ഓഫ് ഗോദാവരി, ഡെൽറ്റ ഓഫ് കൃഷ്ണ, ഡെൽറ്റ കാവേരി. ഇതെല്ലാം എന്തിന് എക്സാമ്പിളാണ്? ഡെൽറ്റാസിന് എക്സാമ്പിളാണ്. ഡെൽറ്റ എന്ന് പറയുമ്പോൾ ഒരു ട്രയാങ്കുലർ ഷേപ്പിലുള്ള ലാൻഡ് ഫോമാണ്. അപ്പോൾ ഈ ഡെൽറ്റാസിൻ്റെ ഫോർമേഷൻ എന്ന് പറയുന്നത് ഏതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഈസ്റ്റേൺ കോസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അതിന് എക്സാമ്പിളായിട്ട് നമുക്ക് ഏതൊക്കെ പറയാം? ഡെൽറ്റ ഓഫ് മഹാനദി ഒരു എക്സാമ്പിളാണ്, ഒറീസയിലെ മഹാനദി. അപ്പോൾ അതിലുള്ള ഡെൽറ്റ, അതുപോലെ തന്നെ ഡെൽറ്റ ഓഫ് ഗോദാവരി, ഡെൽറ്റ ഓഫ് കൃഷ്ണ ആൻഡ് ഡെൽറ്റ ഓഫ് കാവേരി. ഇതെല്ലാം എന്തിന് എക്സാമ്പിളാണ്? നമ്മുടെ ഈസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിനിലുള്ള ഡെൽറ്റാസിന് എക്സാമ്പിളാണ്. അതുപോലെ തന്നെ ഈസ്റ്റേൺ കോസ്റ്റിനെ നമുക്ക് പ്രധാനമായിട്ട് 2ആയിട്ട് തിരിക്കാം. വെസ്റ്റേൺ കോസ്റ്റിനെ നമ്മൾ എത്രയായി തിരിച്ചു? 4ആയിട്ട് തിരിച്ചു. എന്നാൽ ഈസ്റ്റേൺ കോസ്റ്റിനെ പ്രധാനമായിട്ട് നമ്മൾ 2ആയിട്ട് തിരിക്കുന്നുണ്ട്. ഒന്ന് നോർത്തേൺ സർക്കാഴ്സും അതുപോലെ രണ്ടാമത്തേത് കോറമാൻഡൽ കോസ്റ്റും. അപ്പോൾ ഒന്ന് നോർത്തേൺ സർക്കാസ്, മറ്റൊന്ന് കോറമാൻഡൽ കോസ്റ്റ്. അപ്പോൾ അതാണ് നമുക്ക് പറയാനുള്ള ഈസ്റ്റേൺ കോസ്റ്റിൻ്റെ പോർഷൻസ്. ഇനി നമുക്ക് നോക്കാനുള്ളത് ഫിസിയോഗ്രാഫിക് ഫോംസിൽ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ആയിട്ടുള്ള പോർഷനാണ്. അതേതാണെന്ന് നോക്കാം. അതാണ് ഐലൻഡ്സ്. ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് പറഞ്ഞ എന്തായിരുന്നു? നോർത്തേൺ മൗണ്ടൻസിനെ പറ്റി പറഞ്ഞു, അതിനുശേഷം നോർത്തേൺ പ്ലെയിനെ പറ്റി പറഞ്ഞു, അതിനുശേഷം പെനിൻസുലാർ പ്ലാറ്റോയെ പറ്റി പറഞ്ഞു, അതിനുശേഷം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇന്ത്യൻ ഡെസേർട്ടിനെ പറ്റി പറഞ്ഞു, അതിനുശേഷം കോസ്റ്റൽ പ്ലെയിൻസിനെ പറ്റി പറഞ്ഞു. ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്നതാണ് ഐലൻഡ്സ്. അപ്പോൾ ഐലൻഡ്സ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയുടെ ഫിസിയോഗ്രാഫിക് ഫോംസിൽ മെയിൻ ലാൻഡിൽ അല്ല ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്, പകരം ഐലൻഡ് ആയതുകൊണ്ട് തന്നെ സീയിലാണ് അത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. പ്രധാനമായിട്ടും 2 ഐലൻഡ് ഗ്രൂപ്പ്സ് ആണുള്ളത്. ഒന്ന് ലക്ഷദ്വീപും അത് മറ്റൊന്ന് ആൻഡമാൻ നിക്കോബാർ ഐലൻഡ് ഗ്രൂപ്പുമാണ്. അപ്പോൾ ഏതൊക്കെയാണ് പ്രധാനമായിട്ടുള്ള ഐലൻഡ് ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത്? അറേബ്യൻ സീയിൽ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന ലക്ഷദ്വീപും അതുപോലെ ബേ ഓഫ് ബംഗാളിൽ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന ആൻഡമാൻ നിക്കോബാർ ഐലൻഡ് ഗ്രൂപ്പുമാണ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും നമ്മുടെ ഫിസിയോഗ്രാഫിക് ഫോമിൽ പറയാനുള്ള ഐലൻഡ്സ് എന്ന് പറയുന്നത്. അതിൽ നമുക്ക് ഫസ്റ്റ് നോക്കാനുള്ളത് ലക്ഷദ്വീപ്. അപ്പോൾ ലക്ഷദ്വീപ് എന്ന് പറയുമ്പോൾ അത് ലിറ്ററലി ലാക്ക് ഓഫ് ഐലൻഡ്സ് എന്നാണ് അതിൻ്റെ മീനിങ് എങ്കിൽ പോലും അതിൽ ടോട്ടൽ 36 ഐലൻഡ്സ് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ലക്ഷദ്വീപ് പേര് പറയുന്ന പോലെ തന്നെ ലക്ഷ്യം ദ്വീപുകൾ എന്നുള്ള ഒരു മീനിങ് ഉണ്ടെങ്കിൽ പോലും ആക്ച്വലി അവിടെ എത്ര ദ്വീപുകൾ മാത്രമേ ഉള്ളൂ? 36.
അതായത് 36 ദ്വീപുകൾ മാത്രമേ എവിടെ കാണാൻ സാധിക്കുകയുള്ളൂ, ലക്ഷദ്വീപ് ഏരിയയിൽ കാണുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഈ 36-ൽ തന്നെ 11 ഐലൻഡ്സിൽ മാത്രമേ ജനവാസമുള്ളൂ. അപ്പോൾ 36 ഐലൻഡ്സ് ആണ് ലക്ഷദ്വീപിൽ മൊത്തത്തിലുള്ളത്. അതിൽ ജനവാസമുള്ള എത്ര ഐലൻഡ്സ് മാത്രമേ ഉള്ളൂ? 11 ഐലൻഡ്സിൽ മാത്രമേ എന്തുള്ളൂ? ജനവാസം എന്ന് നമുക്ക് പറയുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ലൊക്കേഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ നോർത്തിൽ 8 ഡിഗ്രി ടു 11 മിനിറ്റ് ടു 12 ഡിഗ്രി. അപ്പോൾ 8 ടു 12 ഡിഗ്രി നോർത്ത് മുതൽ 71 ഡിഗ്രി ടു 74 ഡിഗ്രി ഈസ്റ്റ് ആണ് ഏതിൻ്റെ എക്സാക്ട് ലൊക്കേഷൻ എന്ന് പറയുന്നത്, നമ്മുടെ ഈ ലക്ഷദ്വീപിൻ്റെ എക്സാക്ട് ലൊക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ എക്സാക്ട് ലൊക്കേഷൻ എത്രയാണെന്ന് നോക്കാം. 8 ഡിഗ്രി ടു 12 ഡിഗ്രി നോർത്ത്. അപ്പോൾ 8 ഡിഗ്രി ടു 12 ഡിഗ്രി നോർത്തും അതുപോലെ തന്നെ 71 ഡിഗ്രി ഈസ്റ്റ് ടു 74 ഡിഗ്രി ഈസ്റ്റും. അപ്പോൾ 8 മുതൽ 12 ഡിഗ്രി വരെ നോർത്തും അതുപോലെ 71 ടു 74 ഡിഗ്രി ഈസ്റ്റും ആണ് ഏതിൻ്റെ ഒരു ലൊക്കേഷൻ എന്ന് പറയുന്നത്, നമ്മളീ പറയുന്ന ലക്ഷദ്വീപിൻ്റെ ഒരു എക്സാക്റ്റ് ആയിട്ടുള്ള ലൊക്കേഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ലക്ഷദ്വീപ് എന്ന് പറയുന്നത് കോറൽ ഡെപ്പോസിറ്റ്സ് കൊണ്ട് ഉണ്ടായിട്ടുള്ളതാണ്. അതായത് പവിഴപ്പുറ്റിൻ്റെ രൂപീകരണം മൂലം ഉണ്ടായിട്ടുള്ള ദ്വീപ സമൂഹമാണ് ഏതെന്ന് പറയുന്നത്, ലക്ഷദ്വീപ് എന്ന് പറയുന്നത്. അപ്പോൾ കോറൽ ഡെപ്പോസിറ്റ്സ് കൊണ്ടാണ് എന്തുണ്ടായിരിക്കുന്നത്, ലക്ഷദ്വീപ് ഫോം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ലക്ഷദ്വീപ് ഫോം ചെയ്തിരിക്കുന്നത് എന്തുകൊണ്ടാണ്? കോറൽ ഡെപ്പോസിറ്റ്സ് കൊണ്ടാണ് ലക്ഷദ്വീപ് ഫോം ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിലെ ലാർജ് ഐലൻഡ് എന്ന് പറയുന്നത് മിനിക്കോയ് എന്ന് പറയുന്ന ഐലൻഡാണ്. അപ്പോൾ 36 ഐലൻഡ്സ് മൊത്തത്തിലുണ്ട്. അതിൽ 11 മാത്രമേ ജനവാസമുള്ളൂ. അതിൽ ഏറ്റവും വലിയ ഐലൻഡ് ഏതാണ്? മിനിക്കോയ് എന്ന് പറയുന്ന ഐലൻഡാണ് അതിൽ ഏറ്റവും വലിയ ഐലൻഡായിട്ട് നമുക്ക് പറയുവാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ലക്ഷദ്വീപിനെ നമുക്ക് പ്രധാനമായിട്ടും രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്യാം. അത് നമ്മൾ നേരത്തെ മുമ്പുള്ള മറ്റ് കാറ്റഗറീസ് പറഞ്ഞതുപോലെ തന്നെ ലൊക്കേഷൻ്റെ ബേസിലാണ് നമ്മൾ ഇവിടെയും കാറ്റഗറൈസ് ചെയ്യുന്നത്. നോർത്തിൽ നമ്മൾ അതിനെ അമിനി ഐലൻഡ്സ് ഗ്രൂപ്പ് എന്ന് പറയും, സൗത്തിൽ അതിനെ കാനോർ ഐലൻഡ് ഗ്രൂപ്പ് എന്ന് പറയും. അപ്പോൾ നമ്മൾ പറഞ്ഞെന്താണ്, ലക്ഷദ്വീപിനെ നമുക്ക് സബ് ഡിവിഷൻ നടത്താം. അത് എന്തിൻ്റെ ബേസിലാണ്? ലൊക്കേഷൻ്റെ ബേസിലാണ്. നോർത്തിലുള്ള ഐലൻഡ് ഗ്രൂപ്പിനെ നമ്മൾ എന്തെന്ന് പറയുന്നു? അമിനി ഐലൻഡ് ഗ്രൂപ്പ് എന്ന് പറയുന്നു. അതുപോലെ സൗത്തിലുള്ള ഐലൻഡ് ഗ്രൂപ്പിനെ നമ്മൾ എന്തെന്ന് പറയുന്നു? നമ്മൾ കാനോർ ഐലൻഡ് ഗ്രൂപ്പ് എന്ന് പറയുന്നു. അപ്പോൾ ഇങ്ങനെ നോർത്തിലും സൗത്തിലുമുള്ള ഐലൻഡ് ഗ്രൂപ്പുകളെ തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവിടെയുള്ള ഒരു ചാനലുണ്ട്. ആ ചാനലാണ് 11th ഡിഗ്രി ചാനൽ. ഈ 11th ഡിഗ്രി ചാനൽ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. അതായത് അത് മാർക്ക് ചെയ്യാനായിട്ട് മാപ്പിലും ചോദിക്കും, അതുപോലെ വൺ വേർഡ് ആയിട്ടും പലപ്പോഴും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഈ 11th ഡിഗ്രി ചാനൽ എന്ന് പറയുന്നത്. അപ്പോൾ 11th ഡിഗ്രി ചാനലിൻ്റെ ആ ഒരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് നോക്കുകയാണെങ്കിൽ 11th ഡിഗ്രി ചാനൽ സെപ്പറേറ്റ്സ് അമിനി ഫ്രം കാനോർ ഗ്രൂപ്പ്. ഈ അമിനിയും കാനോർ ഗ്രൂപ്പും എന്താണ്? ലക്ഷദ്വീപിലെ ഐലൻഡ് ഗ്രൂപ്പിനെയാണ് നമ്മൾ പറയുന്നത്. നോർത്തിലാണെങ്കിൽ അതിനെ അമിനി എന്നും സൗത്തിലാണെങ്കിൽ അതിനെ കാനോർ എന്നും പറയും. ഈ നോർത്തിലുള്ള അമിനിയെയും സൗത്തിലുള്ള കാനോറിനെയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്നത് ആരാണ്? അത് ഒരു ചാനലാണ്. ആ ചാനലിനെ പറയുന്ന പേരെന്താണ്? അതാണ് 11th ഡിഗ്രി ചാനൽ എന്ന് പറയുന്നത്. നമ്മുടെ ഈ ലക്ഷദ്വീപ് എന്ന് പറഞ്ഞ ക്യാപിറ്റലായിട്ട് നമ്മൾ കണക്കാക്കുന്നത് കവരത്തിയാണ്. അപ്പോൾ അതിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് ക്യാപിറ്റൽ ഏതാണ്? കവരത്തിയാണ്. അവിടെ ഏറ്റവും വലുതായിട്ടുള്ളത് ഏതാണ്? മിനിക്കോയ് ഐലൻഡാണ്. അതുപോലെ അതിന് 2 കാറ്റഗറീസ് ഉണ്ടല്ലോ, ഏതൊക്കെയാണ്? നോർത്തിലെ അമിനി, സൗത്തിലെ കാനോർ. ഇതിനെ തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്നുണ്ടല്ലോ, അതെന്താണ്? അതാണ് 11th ഡിഗ്രി ചാനൽ. അതുപോലെ ഇതിൻ്റെ എക്സാക്ട് ലൊക്കേഷൻ 8 ഡിഗ്രി ടു 12 ഡിഗ്രി നോർത്തും 71 ഡിഗ്രി ഈസ്റ്റ് ടു 74 ഡിഗ്രി ഈസ്റ്റ് വരെയുമാണ്. ഇനി നമുക്ക് അടുത്തതായിട്ട് നോക്കാനുള്ളത് ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സ്. ലക്ഷദ്വീപ് അറേബ്യൻ സീയിലാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നതെങ്കിൽ ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ബേ ഓഫ് ബംഗാളിലാണ്. ഇനി അതിൻ്റെ നാച്ചുറൽ പൊസിഷൻ നോക്കുകയാണെങ്കിൽ 6 ഡിഗ്രി നോർത്ത് ടു 14 ഡിഗ്രി നോർത്ത് വരെയും 92 ഡിഗ്രി ഈസ്റ്റ് ടു 94 ഡിഗ്രി ഈസ്റ്റ് വരെയുമാണ് ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ് ഗ്രൂപ്പിൻ്റെ എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത്. അതായത് നാച്ചുറലി ഇത് കാണപ്പെടുന്ന ആ ഒരു ഏരിയയാണ് 6 ഡിഗ്രി നോർത്ത് ടു 14 ഡിഗ്രി നോർത്ത്, 6 ഡിഗ്രി നോർത്ത് മുതൽ 14 ഡിഗ്രി നോർത്ത് വരെയും 92 ഡിഗ്രി ഈസ്റ്റ് ടു 94 ഡിഗ്രി ഈസ്റ്റ് വരെയും 92 ഡിഗ്രി ഈസ്റ്റ് മുതൽ 94 ഡിഗ്രി ഈസ്റ്റ് വരെയുമാണ് എന്തിൻ്റെ ഒരു എക്സാക്ട് ലൊക്കേഷൻ എന്ന് പറയുന്നത്? ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ് ഗ്രൂപ്പിൻ്റെ എക്സാക്ട് ലൊക്കേഷൻ എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ ലക്ഷദ്വീപിൽ 36 ഐലൻഡ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എങ്കിൽ നമ്മുടെ ആൻഡമാൻ നിക്കോബാറിൽ 572 ഐലൻഡ്സ് ഉണ്ട്. അപ്പോൾ ലക്ഷദ്വീപിൽ എത്ര ഉണ്ടായിരുന്നു? 36 ഐലൻഡ്സേ ഉള്ളായിരുന്നു. അതിൽ ഇൻഹാബിറ്റഡ് ആയിട്ടുള്ള എത്ര എണ്ണമായിരുന്നു? 11 ആയിരുന്നു. എന്നാൽ നമ്മുടെ ആൻഡമാൻ നിക്കോബാറിൽ എത്ര ഐലൻഡ്സ് ഉണ്ട്? 572 ഐലൻഡ്സ് ആണ് ഏതിലുള്ളത്? ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സിലുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ ലക്ഷദ്വീപിനെ രണ്ടായിട്ട് നമ്മൾ തിരിച്ചു, നോർത്തിലും സൗത്തിലും, അമിനി എന്നും കാനോർ എന്നും നമ്മൾ തിരിച്ചപ്പോഴത്തേക്കും
നമ്മുടെ ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സിലും രണ്ടായിട്ട് തിരിക്കുന്നുണ്ട്. ഒന്ന് ആൻഡമാൻ ഗ്രൂപ്പും മറ്റൊന്ന് നിക്കോബാർ ഗ്രൂപ്പും. ആ ആൻഡമാനും നിക്കോബാർ ഗ്രൂപ്പും ചേർത്താണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ആൻഡമാൻ നിക്കോബാർ ഐലൻഡ് ഗ്രൂപ്പ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ആൻഡമാൻ എന്ന് പറയുന്നത് എവിടെയാണ്, നോർത്തിലെ ആൻഡമാനും സൗത്തിലെ നിക്കോബാറുമാണ്. ഈ ആൻഡമാനെയും നിക്കോബാറിനെയും പരസ്പരം സെപ്പറേറ്റ് ചെയ്തുകൊണ്ട് അവിടെ എന്തുണ്ട്, അവിടെ 10 ഡിഗ്രി ചാനലുണ്ട്. നമ്മൾ നേരത്തെ ലക്ഷദ്വീപിൻ്റെ കേസ് പറഞ്ഞപ്പോൾ അമിനിയെയും കാനോറിനെയും സെപ്പറേറ്റ് ചെയ്തുകൊണ്ട് എന്തുണ്ടായിരുന്നു, അവിടെ ഒരു 11 ഡിഗ്രി ചാനൽ ഉണ്ടായിരുന്നു. എന്നാൽ നമ്മുടെ ആൻഡമാൻ നിക്കോബാറിൻ്റെ കേസ് ആകുമ്പോഴത്തേക്കും നോർത്തിലുള്ള ആൻഡമാനെയും സൗത്തിലുള്ള നിക്കോബാറിനെയും പരസ്പരം സെപ്പറേറ്റ് ചെയ്യുന്നതിന് ആരാണുള്ളത്, അവിടെ ഉള്ളതാണ് 10 ഡിഗ്രി ചാനൽ. അതാണ് ആൻഡമാനെയും നിക്കോബാറിനെയും പരസ്പരം സെപ്പറേറ്റ് ചെയ്യിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഒറിജിൻ നോക്കുകയാണെങ്കിൽ ലക്ഷദ്വീപ് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു അത് കോറൽ ഡെപ്പോസിറ്റ്സ് ആണ്, അതായത് പവിഴപ്പുറ്റിൻ്റെ രൂപീകരണത്തിലൂടെ ഉണ്ടായിട്ടുള്ളതാണ്. ഏതെന്ന് പറഞ്ഞു, ലക്ഷദ്വീപ് എന്ന് പറഞ്ഞു. എന്നാൽ ആൻഡമാൻ നിക്കോബാർ എന്ന് പറയുന്നത് വോൾക്കാനിക് ആയിട്ടുള്ള ഒറിജിനാണ്, അതായത് അഗ്നിപർവ്വതത്തിൻ്റെ വിസ്ഫോടനത്തിൻ്റെ ഫലമായിട്ട് രൂപപ്പെട്ടതായിട്ട് കരുതപ്പെടുന്നതാണ് ഏതെന്ന് പറയുന്നത്, ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ വോൾക്കാനിക് ഒറിജിൻ ആയിട്ടുള്ളതാണ് ഏതെന്ന് പറയുന്നത്, ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യയിലുള്ള ഏക ആക്റ്റീവായിട്ടുള്ള വോൾക്കാനോ എന്ന് പറയുന്നത് നമ്മുടെ നിക്കോബാർ ഐലൻഡ്സിൽ കാണപ്പെടുന്ന ബാരൻ ഐലൻഡ് ആണ്. അപ്പോൾ ബാരൻ ഐലൻഡിൽ എന്തുണ്ട്, ഒരു ആക്റ്റീവായിട്ടുള്ള ഒരു വോൾക്കാനോ ഉണ്ട്, സജീവമായ ഒരു അഗ്നിപർവ്വതമുണ്ട്. ഇവിടെ നിക്കോബാർ ഐലൻഡ്സിലുള്ള ഈ ബാരൻ എന്ന് പറയുന്ന ആ ഒരു വോൾക്കാനോ, ഈ ബാരൻ വോൾക്കാനോയുടെ പ്രത്യേകത എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ അതാണ് ഇന്ത്യയിലുള്ള ഏക ആക്റ്റീവായിട്ടുള്ള ഒരു വോൾക്കാനോ. ഇനി ആൻഡമാൻ ആൻഡ് നിക്കോബാർ റീജിയനിലുള്ള പ്രധാനപ്പെട്ട പീക്സ് ഏതൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ ഒന്ന് സാഡിൽ പീക്ക് ഉണ്ട്, അതുപോലെ മൗണ്ട് ഡിയാവോല ഉണ്ട്, അതുപോലെ മൗണ്ട് കൊയോബ് ഉണ്ട്, അതുപോലെ തന്നെ മൗണ്ട് തുയിലർ ഉണ്ട്. അപ്പോൾ ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട ആൻഡമാൻ നിക്കോബാർ റീജിയനിലുള്ള പീക്സ്, പ്രധാനമായിട്ടുള്ളത് ഒന്ന് സാഡിൽ പീക്ക് ഉണ്ട്, അതുപോലെ തന്നെ മൗണ്ട് ഡിയാവോല ഉണ്ട്, അതുപോലെ തന്നെ മൗണ്ട് കൊയോബ് ഉണ്ട്, അതുപോലെ തന്നെ മൗണ്ട് തൊയിലർ ഉണ്ട്. അപ്പോൾ നമ്മൾ എന്താണ് ഐലൻഡ്സിനെ പറ്റി പ്രധാനമായിട്ട് പറഞ്ഞത്, ഐലൻഡ്സിനെ നമ്മൾ 2 ഗ്രൂപ്പായിട്ട് തിരിച്ചു. ഒന്ന് അറേബ്യൻ സീയും മറ്റൊന്ന് ബേ ഓഫ് ബംഗാളിലുള്ളത്. അറേബ്യൻ സീയിൽ ആരാണുള്ളത്, ലക്ഷദ്വീപുണ്ട്. ബേ ഓഫ് ബംഗാളിൽ ആൻഡമാൻ നിക്കോബാർ ഉണ്ട്. ലക്ഷദ്വീപ് പറഞ്ഞപ്പോൾ അതിൽ എത്ര എണ്ണം ഉണ്ടെന്ന് പറഞ്ഞു, പേരിൽ 1000 ലക്ഷത്തോളം ദ്വീപുകളാണെങ്കിലും ആക്ച്വലി അവിടെ 36 ദ്വീപുകളെ ഉള്ളൂ എന്ന് നമ്മൾ പറഞ്ഞു. അതിൽ ജനവാസമുള്ളത് 11 എണ്ണം മാത്രമാണെന്ന് പറഞ്ഞു. ലൊക്കേഷൻ നോക്കി 8 ഡിഗ്രി ടു 12 ഡിഗ്രി നോർത്തും 71 ഡിഗ്രി ഈസ്റ്റ് ടു 74 ഡിഗ്രി ഈസ്റ്റുമാണ് ഇതിൻ്റെ ഒരു എക്സാക്ട് ലൊക്കേഷൻ എന്ന് നമ്മൾ മനസ്സിലാക്കി. അതിനുശേഷം ഇത് കോറൽ ഡെപ്പോസിറ്റ്സ് കൊണ്ട് ഫോം ചെയ്തിട്ടുള്ള ഒരു ഐലൻഡാണ് ലക്ഷദ്വീപ് എന്ന് പറഞ്ഞു. അതിനുശേഷം നമ്മൾ നോക്കി ലാർജസ്റ്റ് ആയിട്ടുള്ള ഐലൻഡ് ഏതാണ്, മിനിക്കോയി ആണെന്ന് നമ്മൾ കണ്ടു. അതിനുശേഷം അതിന് 2 കാറ്റഗറീസ് ഏതൊക്കെയാണ്, നോർത്തിലെ അമിനിയും സൗത്തിലെ കാനോറും. അതിനെ പരസ്പരം സെപ്പറേറ്റ് ചെയ്തുകൊണ്ട് ആരുണ്ട്, 11 ഡിഗ്രി ചാനൽ ഉണ്ടെന്ന് മനസ്സിലാക്കി. ഇതിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് ക്യാപിറ്റൽ ഏതായിരുന്നു, കവരത്തി ആയിരുന്നു. അതിനുശേഷം നമ്മൾ നോക്കി ബേ ഓഫ് ബംഗാളിലുള്ള ഐലൻഡ് ഗ്രൂപ്പ് ഏതാണ്, ആൻഡമാൻ ആൻഡ് നിക്കോബാർ ആണ്. ആൻഡമാൻ നിക്കോബാറിൻ്റെ എക്സാക്ട് ലൊക്കേഷൻ നോക്കിയപ്പോൾ 6 ഡിഗ്രി നോർത്ത് ടു 14 ഡിഗ്രി നോർത്ത് വരെയും 92 ഡിഗ്രി ഈസ്റ്റ് മുതൽ 94 ഡിഗ്രി ഈസ്റ്റ് വരെയുമാണ് ആൻഡമാൻ നിക്കോബാറിൻ്റെ ആ ഒരു എക്സാക്ട് ലൊക്കേഷൻ എന്ന് നമ്മൾ മനസ്സിലാക്കി. അതിനുശേഷം ഇതിൽ എത്ര ഐലൻഡ്സ് ഉണ്ടെന്ന് നോക്കിയപ്പോൾ 572 572 ദ്വീപുകളോളമാണ് എവിടെയുള്ളത്, ഈ ആൻഡമാൻ നിക്കോബാറിലുള്ളതെന്ന് നമ്മൾ കണ്ടു. അതിനുശേഷം നമ്മൾ കാറ്റഗറൈസ് ആയിട്ട് ചെയ്തു. ഇതിൻ്റെ ബേസിലാണ്, ലൊക്കേഷൻ്റെ ബേസിൽ തന്നെയാണ്. നോർത്തിൽ ആൻഡമാനും സൗത്തിൽ നിക്കോബാറുമായിട്ട് നമ്മൾ കാറ്റഗറൈസ് ചെയ്തു. ഈ ആൻഡമാനെയും നിക്കോബാറിനെയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്തുകൊണ്ട് അവിടെ ആരുണ്ട്, 10th ഡിഗ്രി ചാനലുണ്ട്. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു ഇത് വോൾക്കാനിക് ആയിട്ട് ഒറിജിനേറ്റ് ചെയ്തിട്ടുള്ള ഐലൻഡ് ഗ്രൂപ്പാണ് ഏതെന്ന് പറഞ്ഞു, ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സ് പറഞ്ഞു. അതിനുശേഷം നമ്മൾ ബാരൻ എന്ന് പറയുന്ന ഈ ഒരു വോൾക്കാനോയുടെ ഒരു സ്പെഷ്യാലിറ്റി പറഞ്ഞു. ഇത് നിക്കോബാർ ഐലൻഡ് ഗ്രൂപ്പിൽ കാണപ്പെടുന്ന ഈ ബാരൻ ഐലൻഡിൽ എന്തുണ്ടെന്ന് പറഞ്ഞു, ഒരു ആക്റ്റീവ് വോൾക്കാനോ ഉണ്ടെന്ന് പറഞ്ഞു. ഇതാണ് ഇന്ത്യയിലുള്ള ഏക ആക്റ്റീവ് വോൾക്കാനോ. ദ ഓൺലി ആക്റ്റീവ് വോൾക്കാനോ ഫൗണ്ട് ഇൻ ഇന്ത്യ ഈസ് ലൊക്കേറ്റഡ് അറ്റ് ബാരൻ ഐലൻഡ് ആൻഡ് ദ ബാരൻ ഐലൻഡ് ഈസ് വൺ ഓഫ് ദി നിക്കോബാർ ഐലൻഡ് ഗ്രൂപ്പ്. അപ്പോൾ നിക്കോബാർ ഐലൻഡ് ഗ്രൂപ്പിലുള്ള ഒരു ഐലൻഡാണ് ഏതെന്ന് പറയുന്നത് ബാരൻ ഐലൻഡ്. അവിടെയാണ് ഏതുള്ളത്, ഒരു ആക്റ്റീവ് വോൾക്കാനോ ഉള്ളത്. അതിനുശേഷം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പീക്സ് ഏതൊക്കെയാണെന്ന് നമ്മൾ നോക്കി. ആൻഡമാൻ നിക്കോബാറിൽ നമ്മൾ ഏതൊക്കെയാണെന്ന് കണ്ടു. സാഡിൽ പീക്ക് ഉണ്ട്, അതുപോലെ തന്നെ മൗണ്ട് ഡിയാവോള ഉണ്ട്, അതുപോലെ മൗണ്ട് കൊയോബ് ഉണ്ട്, അതുപോലെ തന്നെ മൗണ്ട് തൊയിലർ ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പ്രധാനമായിട്ട് പഠിച്ചത് ഫിസിയോഗ്രഫി എന്താണ്, അല്ലെങ്കിൽ ഫിസിയോഗ്രഫിക് ഫോംസിൽ എത്രയായിട്ടാണ് ഇന്ത്യയെ കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളത് നമ്മൾ നോക്കി. അതിൽ നമ്മൾ ഫസ്റ്റ് പറഞ്ഞു നോർത്തേൺ മൗണ്ടൻ, അതിൻ്റെ കാറ്റഗറീസ് നമ്മൾ നോക്കി. അതിനുശേഷം നമ്മൾ നോർത്തേൺ പ്ലെയിനെ പറ്റി പറഞ്ഞു. അതിനുശേഷം നമ്മൾ പെനിൻസുലാർ പ്ലാറ്റോയെ പറ്റി പറഞ്ഞു. അതിനുശേഷം നമ്മുടെ ഇന്ത്യൻ ഡെസേർട്ടിനെ പറ്റിയും അതുപോലെ കോസ്റ്റൽ പ്ലെയിനെ പറ്റിയും അതുപോലെ ഐലൻഡ്സിനെ പറ്റിയും നമ്മൾ
പഠിച്ചു. അപ്പോൾ ഈ ചാപ്റ്ററിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ദയവായിട്ട് അത് ആ ഒരു കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അതോടൊപ്പം തന്നെ വിദ്യാസാഗറിലെ കൂടുതൽ ഓൺലൈൻ ക്ലാസ്സുകൾ ലഭ്യമാകുന്നതിന് വേണ്ടിയിട്ട് വിദ്യാസാഗറിൻ്റെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ആ ഒരു ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക.